തണൽ വൃക്ഷം നിൽക്കുന്നത് വെയിലിലാണ്. ഫലം കായ്ക്കുന്ന വൃക്ഷത്തിന് ഏറുകൊണ്ടാലും അത് തെറ്റാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. കാരണം അതിനെ നട്ടവന് മാത്രമേ അതിനെ വെട്ടുവാൻ അധികാരമുള്ളൂ. ഉടയവൻ വെട്ടുന്നതുവരെ തണൽ കൊടുത്ത് ഫലം കായ്ച്ച് ആയിരിക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ, പ്രവർത്തികൾ കാരണം ഒരിക്കലും തണൽ കൊടുക്കുന്നത് നിർത്തിക്കളയുവാൻ, ഫലം കായ്ക്കുന്നത് നിർത്തിക്കളയുവാൻ മരത്തിന് അനുവാദം ഇല്ലാത്തതുപോലെ നമുക്കും അനുവാദമില്ല. മരണം തണലായി ഫലം കായ്ക്കുന്ന വൃക്ഷമായി നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. മടുത്തും ക്ഷീണിച്ചുമായിരിക്കുന്ന പ്രിയമുള്ളവരെ, എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടത് ആവശ്യമാണ്. ഇരമ്യാവ് 17:7 മുതൽ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. 1 സങ്കീർത്തനം 1 മുതൽ 3 വരെ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇയ്യോബ് 14:7, 8, 9. ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിൻ്റെ വേര് നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. രോഗത്താലും പ്രതികൂലങ്ങളാലും നിന്ദകൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടലുകൾ, വഞ്ചനകൾ എല്ലാം കൊണ്ട് ആത്മഹത്യയ്ക്ക് ചിന്തിച്ചായിരിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ജനനം ദൈവനിശ്ചയം, അതുപോലെ മരണവും ദൈവനിശ്ചയമായിരിക്കണം. ദൈവത്തിൻ്റെ സമയം വരെ ഈ ഭൂമിയിൽ ജീവിക്കണം. ദൈവാശ്രയമുള്ളവർ തളരുകയില്ല. ദൈവത്തിൽ പ്രത്യാശയുള്ളവർ അതിജീവിക്കും. വചനത്താൽ ജയാളിയായി മാറും. തണൽ കൊടുക്കാം, ഫലം കായ്ക്കാം. ദൈവം ശക്തി പകരും.